ലോകത്തിന്റെ ഊർജ്ജ നട്ടെല്ലെന്ന് വിശേഷിപ്പിക്കാവുന്ന മധ്യപൂർവേഷ്യ വീണ്ടും ഒരു മഹായുദ്ധത്തിന്റെ വക്കിലെത്തി നിൽക്കുകയാണ്. ഇത്തവണ സംഘർഷത്തിന്റെ കേന്ദ്രബിന്ദു ലോകത്തിലെ ഏറ്റവും തന്ത്രപ്രധാന ജലപാതകളിൽ ഒന്നായ ഹോർമുസ് കടലിടുക്കാണ്. ഇറാൻ ഈ കടലിടുക്ക് ഭാഗികമായി തടഞ്ഞതും അതിനെതിരെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തിയ അതിരൂക്ഷമായ സൈനിക ഭീഷണികളും ലോക സാമ്പത്തിക ക്രമത്തെയും സുരക്ഷാ ഘടനയും ഒരുപോലെ ഉലച്ചിരിക്കുകയാണ്. ഇത് കേവലം രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള പോരാട്ടമല്ല, മറിച്ച് ആഗോള ഊർജ്ജ സുരക്ഷയും അന്താരാഷ്ട്ര ബന്ധങ്ങളെയും മാറ്റിമറിക്കാൻ ശേഷിയുള്ള വൻ ശക്തികളുടെ ഏറ്റുമുട്ടലാണ്. ഒമാനും ഇറാനും ഇടയിലുള്ള ഇടുങ്ങിയ ഈ ജലപാതയിലൂടെയാണ് ലോകത്തെ മൊത്തം എണ്ണ വിതരണത്തിന്റെ ഏകദേശം 20% കടന്നുപോകുന്നത്. സൗദി അറേബ്യ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, കുവൈറ്റ്, ഇറാഖ് തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള എണ്ണക്കപ്പലുകൾക്ക് അന്താരാഷ്ട്ര വിപണിയിൽ എത്താൻ ഈ പാതയല്ലാതെ മറ്റ് എളുപ്പവഴികളില്ല. അതുകൊണ്ട് തന്നെ ഹോർമുസ് കടലിടുക്കിൽ ഉണ്ടാകുന്ന നേരിയ ചലനം പോലും ആഗോള വിപണിയിൽ എണ്ണവില കുതിച്ചുയരാൻ കാരണമാകും. ഈ തന്ത്രപ്രധാനമായ മേൽക്കൈ ഉപയോഗിച്ചാണ് ഇറാൻ അമേരിക്കയ്ക്കും സഖ്യകക്ഷികൾക്കും മേൽ സമ്മർദ്ദം ചെലുത്തുന്നത്. തങ്ങളുടെ സാമ്പത്തിക താൽപര്യങ്ങൾ സംരക്ഷിക്കപ്പെട്ടില്ലെങ്കിൽ ഈ ഊർജ്ജവാതിൽ അടയ്ക്കുമെന്ന ഇറാന്റെ പ്രഖ്യാപനം ലോകത്തെ ഞെട്ടിച്ചിരിക്കുകയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നയതന്ത്ര ശൈലി എപ്പോഴും നേരിട്ടുള്ളതും ആക്രമണപരവുമാണ്. ഇത്തവണയും അദ്ദേഹം അത് ആവർത്തിച്ചു. തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂ സോഷ്യൽ വഴി ട്രംപ് നടത്തിയ പ്രസ്താവന അന്താരാഷ്ട്ര തലത്തിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കി. ഇറാൻ ഹോർമുസ് കടലിടുക്ക് ഉടൻ തുറന്നില്ലെങ്കിൽ ഇറാന്റെ ആഭ്യന്തര സുരക്ഷയും സമ്പദ് വ്യവസ്ഥയും തകർക്കുന്ന രീതിയിലുള്ള ആക്രമണം നടത്തുമെന്നായിരുന്നു ഭീഷണി. ഇറാന്റെ വൈദ്യുത നിലയങ്ങൾ, പ്രധാന പാലങ്ങൾ, വാർത്താവിനിമയ കേന്ദ്രങ്ങൾ എന്നിവയെ ലക്ഷ്യം വെച്ച് വൻതോതിലുള്ള വ്യോമാക്രമണം നടത്തുമെന്നാണ് ട്രംപിന്റെ മുന്നറിയിപ്പ്. ഒരു രാജ്യത്തിന്റെ അടിസ്ഥാന സൗകര്യങ്ങളെ തകർക്കുമെന്ന ഈ ഭീഷണി ഐക്യരാഷ്ട്രസഭ ഉൾപ്പെടെയുള്ള വേദികളിൽ വലിയ ചർച്ചയായി മാറി. ഇത് ഇറാനിലെ സാധാരണ ജനജീവിതത്തെ ദുസ്സഹമാക്കുമെന്നും മാനുഷിക ദുരന്തത്തിന് കാരണമാകുമെന്നും മനുഷ്യാവകാശ സംഘടനകൾ ചൂണ്ടിക്കാട്ടുന്നു. എന്നാൽ അമേരിക്കൻ താൽപര്യങ്ങൾക്കും ആഗോള വിപണിക്കും ഭീഷണിയാകുന്ന ഒന്നിനെയും വെച്ചുപൊറുപ്പിക്കില്ല എന്ന കർക്കശ നിലപാടിലാണ് വൈറ്റ് ഹൗസ്. ട്രംപിന്റെ ഭീഷണിക്ക് ഇറാൻ നൽകിയ മറുപടി സൈന്യത്തെക്കാൾ ഉപരിയായി നയതന്ത്രപരമായ പരിഹാസമായിരുന്നു. വിവിധ എംബസികൾ വഴി അവർ പ്രചരിപ്പിച്ച സന്ദേശങ്ങൾ അമേരിക്കയുടെ സൈനിക ചരിത്രത്തിലെ ഏറ്റവും വലിയ പരാജയങ്ങളൊന്നായ 1980-ലെ ഓപ്പറേഷൻ ഈഗിൾ ക്ലോ എന്ന ദൗത്യത്തെ ഓർമ്മിപ്പിക്കുന്നതായിരുന്നു. അന്ന് ഇറാനിലെ അമേരിക്കൻ എംബസിയിൽ ബന്ദികളാക്കപ്പെട്ടവരെ മോചിപ്പിക്കാൻ അന്നത്തെ പ്രസിഡന്റ് ജിമ്മി കാർട്ടർ അയച്ച സൈന്യം തബാസ് മരുഭൂമിയിലെ മണൽക്കാറ്റിൽപ്പെട്ട് തകർന്നു വീഴുകയായിരുന്നു. 8 അമേരിക്കൻ സൈനികർ കൊല്ലപ്പെടുകയും വിമാനങ്ങളും ഹെലികോപ്റ്ററുകളും തകരുകയും ചെയ്ത ആ ദൗത്യം അമേരിക്കയ്ക്ക് വലിയ അപമാനമാണ് വരുത്തിവെച്ചത്. തബാസിലെ ആ മണൽത്തരികൾ ഇന്നും തങ്ങളുടെ കൂടെ ഉണ്ടെന്നും അമേരിക്ക ഇറാന്റെ മണ്ണിൽ മറ്റൊരു പരീക്ഷണത്തിന് മുതിരെഴുതുമെന്നുമാണ് ഇറാൻ നൽകുന്ന വാക്ക്. ഈ ചരിത്രപരമായ ഓർമ്മപ്പെടുത്തൽ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളിൽ വലിയ അസ്വസ്ഥതയുണ്ടാക്കിയിട്ടുണ്ട്. സംഘർഷത്തിനിടയിൽ നടന്ന ഒരു രക്ഷാപ്രവർത്തനത്തെ ചൊല്ലിയുള്ള തർക്കം മറ്റൊരു വഴിത്തിരിവായി. തകർന്ന യുദ്ധവിമാനത്തിലെ പൈലറ്റിനെ സാഹസികമായി തങ്ങളുടെ സൈന്യം രക്ഷപ്പെടുത്തിയെന്ന് അമേരിക്ക അവകാശപ്പെട്ടു. ഇതിനെ ലോക ചരിത്രത്തിലെ ഏറ്റവും മികച്ച റെസ്ക്യൂ മിഷനായി അവർ വിശേഷിപ്പിച്ചു. എന്നാൽ ആ അവകാശവാദത്തെ ഇറാൻ പൂർണ്ണമായും തള്ളിക്കളയുകയാണ്. തകർന്ന വിമാനങ്ങളുടെ അവശിഷ്ടങ്ങൾ ടെലിവിഷനിലൂടെ പ്രദർശിപ്പിച്ച ഇറാൻ അമേരിക്കയുടെ ദൗത്യം തങ്ങൾ തകർത്തുവെന്നും പൈലറ്റിനെ രക്ഷിക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ലെന്നും വാദിച്ചു. എന്നാൽ പൈലറ്റ് തങ്ങളുടെ കസ്റ്റഡിയിലാണെന്ന് ഉറപ്പിച്ചു പറയാൻ ഇറാൻ തയ്യാറാകാത്തത് ഈ വിഷയത്തിലെ നിഗൂഢത വർദ്ധിപ്പിക്കുന്നു. ലോകം മുഴുവൻ ഒരു മഹായുദ്ധം ഉടൻ പൊട്ടിപ്പുറപ്പെടുമെന്ന് ഭയപ്പെടുമ്പോഴും ഇറാനിലെ തെരുവുകളിൽ നിന്നുള്ള ദൃശ്യങ്ങൾ മറ്റൊരു യാഥാർത്ഥ്യമാണ് വെളിപ്പെടുത്തുന്നത്. ടെഹ്റാനിലെ മിലന്ദ് ടവറിന് സമീപമുള്ള പാർക്കുകളിൽ പട്ടം പറത്തുന്ന യുവാക്കളും കടകളിലും റെസ്റ്റോറന്റുകളിലും തിരക്ക് കൂട്ടുന്ന ജനങ്ങളും ഒരു സാധാരണ ജീവിതത്തിന്റെ ചിത്രം നൽകുന്നു. വർഷങ്ങളായി ഉപരോധങ്ങൾക്കും ഭീഷണികൾക്കും ഇടയിൽ ജീവിക്കുന്ന ഇറാൻ ജനതയ്ക്ക് ഇത്തരം സംഘർഷങ്ങൾ പുതിയതല്ല. ഭീഷണിപ്പെടുത്തി തങ്ങളെ കീഴടക്കാൻ കഴിയില്ലെന്ന സന്ദേശമാണ് ഈ സാധാരണ ജീവിതത്തിലൂടെ അവർ ലോകത്തിന് നൽകുന്നത്. എങ്കിലും ഉൾപ്രദേശങ്ങളിൽ ജനങ്ങൾ യുദ്ധസാമഗ്രികളും ഭക്ഷണവും ശേഖരിച്ചു തുടങ്ങിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. ഈ സംഘർഷത്തിലെ ഏറ്റവും ഭയാനകമായ വശം ഇറാന്റെ ആണവ നിലയങ്ങൾക്ക് നേരെയുള്ള ഭീഷണിയാണ്. ഇറാന്റെ പ്രധാന ആണവ കേന്ദ്രമായ ബുഷേഹർ നിലയത്തിന് നേരെ ആക്രമണം ഉണ്ടായാൽ അതിന്റെ പ്രത്യാഘാതം അതിഭീകരമായിരിക്കും. ആണവ നിലയത്തിന് കേടുപാടുകൾ സംഭവിച്ചാൽ അന്തരീക്ഷത്തിലേക്ക് പടരുന്ന വികിരണങ്ങൾ ഇറാനിൽ മാത്രം ഒതുങ്ങില്ല. കാറ്റിന്റെ ദിശയനുസരിച്ച് ഇത് കുവൈറ്റ്, സൗദി അറേബ്യ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് തുടങ്ങിയ അയൽ രാജ്യങ്ങളിലേക്കും വ്യാപിക്കും. ഇത് ഗൾഫ് മേഖലയിലെ കുടിവെള്ള സ്രോതസ്സുകളെയും കൃഷിയെയും ദശകങ്ങളോളം ബാധിച്ചേക്കാം. ഒരു പ്രാദേശിക യുദ്ധം ആഗോള പാരിസ്ഥിതിക ദുരന്തമായി മാറുമെന്ന ഇറാന്റെ മുന്നറിയിപ്പിനെ ഗൗരവത്തോടെയാണ് അന്താരാഷ്ട്ര സമൂഹം കാണുന്നത്. അമേരിക്കയും ഇറാനും നേരിട്ട് ഏറ്റുമുട്ടുന്നതിന് മുൻപ് തന്നെ മേഖലയിൽ നിഴൽയുദ്ധങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. ഇറാഖിലെ അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് നേരെ ഇറാൻ അനുകൂല സായുധ ഗ്രൂപ്പുകൾ ഡ്രോൺ ആക്രമണങ്ങൾ ശക്തമാക്കി. ലെബനിലെ ഹിസ്ബുള്ളയും ഇസ്രയേലും തമ്മിലുള്ള അതിർത്തി പോരാട്ടവും രൂക്ഷമാണ്. യമനിലെ ഹൂതി വിമതർ ചെങ്കടലിലൂടെയുള്ള കപ്പൽ ഗതാഗതം തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്നത് മറ്റൊരു വെല്ലുവിളിയാണ്. ഇത്തരത്തിൽ ഒന്നിലധികം മുന്നണികൾ ഒരേ സമയം യുദ്ധം ചെയ്യേണ്ടി വരുന്നത് അമേരിക്കയ്ക്കും സഖ്യകക്ഷികൾക്കും വലിയ തലവേദനയാണ്. യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടാൽ ലോകം നേരിടാൻ പോകുന്ന സാമ്പത്തിക തകർച്ച വിവരണാതീതവുമാണ്.
ഹോർമുസ് കടലിടുക്ക് ഒരു മാസത്തേക്ക് അടച്ചിട്ടാൽ പോലും അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില ബാരലിന് $200 മുകളിൽ എത്തിയേക്കാം. ഇത് ലോകമെമ്പാടും പണപ്പെരുപ്പത്തിനും നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റത്തിനും കാരണമാകും. ഇന്ത്യ പോലുള്ള വികസന രാജ്യങ്ങളെയാണ് ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുക. ഊർജ്ജാവശ്യങ്ങൾക്കായി ഇറക്കുമതി ആശ്രയിക്കുന്ന രാജ്യങ്ങളുടെ സമ്പദ് വ്യവസ്ഥ ഇതോടെ കൂപ്പുകുത്തും. ഹോർമുസ് കടലിടുക്കിനെ ചുറ്റിപ്പറ്റിയുള്ള ഈ പ്രതിസന്ധി വെറും ഒരു അധികാര തർക്കമല്ല. ഇത് ആഗോള രാഷ്ട്രീയത്തിലെ നിലവിലുള്ള അധികാര സമവാക്യങ്ങളെ മാറ്റിയെഴുതാനുള്ള ശ്രമമാണ്. അമേരിക്കയുടെ സൈനിക കരുത്തും ഇറാന്റെ ഭൂമിശാസ്ത്രപരമായ മേൽക്കയും തമ്മിലുള്ള ഈ പോരാട്ടം എങ്ങോട്ട് നീങ്ങുമെന്ന് ആർക്കും പറയാനാവില്ല. നയതന്ത്ര ചർച്ചകളിലൂടെ ഒരു പരിഹാരം കണ്ടെത്താൻ ഐക്യരാഷ്ട്രസഭയും മറ്റ് രാജ്യങ്ങളും ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇരുപക്ഷവും തങ്ങളുടെ നിലപാടുകളിൽ വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറാകാത്തത് ആശങ്ക വർദ്ധിപ്പിക്കുന്നു. മനുഷ്യരാശിക്ക് താങ്ങാൻ കഴിയാത്ത മറ്റൊരു മഹായുദ്ധത്തിലേക്ക് ഈ ലോകം വഴിമാറുമോ, അതോ വിവേകപൂർണമായ ഇടപെടലുകൾ വഴി സമാധാനം പുനഃസ്ഥാപിക്കപ്പെടുമോ എന്നതാണ് ഇനി കണ്ടറിയേണ്ടത്. ഹോർമുസ് കടലിടുക്കിന്റെ അശാന്തി ലോകത്തിലെ ഓരോ കോണിലും അതിന്റെ മാറ്റൊലികൾ സൃഷ്ടിക്കുമെന്നതിൽ സംശയമില്ല.